ഇനി വിഷു ഈസ്റ്റർ ആഘോഷങ്ങൾക്കൊരുങ്ങാം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം. വൻ വിലക്കുറവിനൊപ്പം നേടൂ കൈനിറയെ സമ്മാനങ്ങളും. ഇമ്മാനുവൽ സിൽക്സ് വിഷു ഈസ്റ്റർ ഹാർമണി ഫിയസ്റ്റ ബിഗ് സെയിൽ. ഇനി ഓരോ ആഘോഷവും വരവേൽക്കൂ ഇമ്മാനുവലിനൊപ്പം. ഇമ്മാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി, ഓൾസോ അറ്റ് കണ്ണൂർ, കാഞ്ഞങ്ങാട് ആൻഡ് ഇരിട്ടി. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ കേരള കലാമണ്ഡലത്തിൽ അനധികൃത നിയമനത്തിന് ശ്രമം നടക്കുന്നുവെന്നാരോപിച്ച് തൃശൂർ ജില്ലാ കളക്ടർക്ക് പരാതി. വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PI ഷാനവാസാണ് പരാതി നൽകിയത്. എന്നാൽ സ്ഥാപനത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടാതിരിക്കാനാണ് താൽക്കാലിക ജീവനക്കാരെ നിയോഗിച്ചതെന്ന് കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ P രാജേഷ് കുമാർ പറഞ്ഞു. കേരള കലാമണ്ഡലത്തിലെ താൽക്കാലിക ജീവനക്കാരുടെ സേവനം മാർച്ച് 31 അവസാനിപ്പിച്ചുകൊണ്ട് രജിസ്ട്രാർ നേരത്തെ ഉത്തരവിറക്കിയിരുന്നു. എന്നാൽ ഏപ്രിൽ 4 മുതൽ ഓഫീസ് ജീവനക്കാർ, ഡ്രൈവർമാർ, സെക്യൂരിറ്റി, ക്ലീനിംഗ് ജീവനക്കാർ തുടങ്ങിയവർ റൊട്ടേഷൻ രീതിയിൽ ജോലിയിൽ പ്രവേശിക്കാനാണ് വൈസ് ചാൻസലർ ഉത്തരവിട്ടതായാണ് പരാതിക്കാരനായ PI ഷാനവാസ് ആരോപിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇത്തരമൊരു നീക്കം പെരുമാറ്റച്ചട്ട ലംഘനമാണെന്നാണ് കോൺഗ്രസ് ഉയർത്തുന്ന വാദം. ഈ തിരഞ്ഞെടുപ്പ് ചൂടിൻ്റെ ഇടയ്ക്കാണ് കേരള കലാമണ്ഡലത്തിൽ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയുടെ വാക്ക് കടമെടുത്താൽ കലാമണ്ഡലം രജിസ്ട്രാർ വലിയ ചെറ്റത്രം ചെയ്തിരിക്കുന്നത്. അവിടെയുള്ള നിയമനങ്ങൾ, താൽക്കാലിക നിയമനങ്ങൾ, 31 തീയതി അവസാനിച്ച താൽക്കാലിക നിയമനങ്ങൾ പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ തന്നെ 4 തീയതി അത് കോൾ ഫോർ തിരിച്ചു വിളിച്ചിരിക്കുകയാണ്. അവിടെയുള്ള താൽക്കാലിക ജീവനക്കാരായിട്ടുള്ള സെക്യൂരിറ്റി ജീവനക്കാർ, അതുപോലെ തന്നെ താൽക്കാലിക അവിടെ അറ്റൻഡർമാർ, ഇലക്ട്രീഷ്യന്മാർ, ഇവരെയൊക്കെ ഈ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുമ്പോൾ തിരിച്ച് ഒരു ഇൻ്റർവ്യൂ പോലും ഇല്ലാതെ തിരിച്ചെടുത്തിരിക്കുന്ന സാഹചര്യമാണ്. ഇത് തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനവും പിൻവാതിൽ നിയമനമാണ്. കാരണം എന്താ വെച്ചാൽ ഒരു അർജൻസിയും അവിടെ ഇല്ല. കാരണം അവിടുത്തെ മെസ്സ് പൂട്ടിക്കിടക്കുകയാണ്. ബാക്കിയുള്ള സ്ഥാപനങ്ങളൊക്കെ ഈ LPG സിലിണ്ടർ കിട്ടാത്തതിൻ്റെ പേരിൽ അവിടെ പലവിധ അവിടുത്തെ മേഖലകളും പൂട്ടിക്കിടക്കുന്ന അവസ്ഥയിലാണ്. ആ സമയത്താണ് ഇലക്ട്രീഷ്യന്മാരെയും താൽക്കാലിക ജീവനക്കാരായിട്ടുള്ള മറ്റു സേവനങ്ങൾ ചെയ്യുന്ന ആളുകളെയും ഒരു ഏകദേശം 10-30ഓളം ആളുകളെ തിരിച്ചെടുത്തിരിക്കുന്നത്. അവിടെ ഇപ്പോൾ നിലനിൽക്കുന്ന ആളുകൾക്ക് തന്നെ ശമ്പളം കൊടുത്തിട്ടില്ല എന്ന് അറിയാൻ കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് രജിസ്ട്രാർ അത് പിൻവാതിലൂടെ കുറച്ചുപേരെ നിയമിച്ചിരിക്കുകയാണ്. ഇതിന് കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. പെരുമാറ്റച്ചട്ട ലംഘനം തന്നെയാണ് ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണസമിതി ഭരിക്കുന്ന കലാമണ്ഡലത്തിൽ നടത്തിയിട്ടുള്ളത്. എന്നാൽ ഈ ആരോപണങ്ങളെ കലാമണ്ഡലം അധികൃതർ നിഷേധിച്ചു. എല്ലാ വർഷവും മാർച്ച് 31 താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിടുകയും ഏപ്രിൽ 1 പുതിയ നിയമനം നൽകുകയുമാണ് പതിവ് രീതി. ഇത്തവണ തെരഞ്ഞെടുപ്പ് വന്നതോടെ നിയമന നടപടികൾ വൈകി. ശുചീകരണ തൊഴിലാളികളും സെക്യൂരിറ്റി ജീവനക്കാരും അടക്കമുള്ളവർ ഇല്ലെങ്കിൽ കലാമണ്ഡലത്തിന്റെ പ്രവർത്തനം പൂർണ്ണമായും തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ടാകും. വിദേശികളടക്കം നിരവധി പേർ സന്ദർശിക്കുന്ന സ്ഥാപനത്തിൽ ശുചിത്വം പാലിക്കേണ്ടത് അത്യാവശ്യമായതിനാലാണ് നടപടിയെന്ന് രജിസ്ട്രാർ ഡോക്ടർ P രാജേഷ് കുമാർ വ്യക്തമാക്കി.